കാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു ഗുരുവും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ശിഷ്യന്മാരും. ആ ശിഷ്യന്മാരിൽ ബുദ്ധിമാന്മാരും തമാശക്കാരും മന്ദബുദ്ധികളും ഉണ്ടായിരുന്നു. അന്ന് മാത്രമല്ല, ഇപ്പോഴും അവരുണ്ട്. എന്നാൽ അന്ന് സംഭവിച്ചതെന്തെന്നാൽ, പുഷ്ടിയുള്ള പന്തുലു ഒരു തടി കസേരയിൽ ഒരു കാൽ മുകളിലേക്ക് മടക്കി വെച്ചും മറ്റേ കാൽ താഴേക്ക് തൂക്കിയിട്ടും ഇരിക്കുകയായിരുന്നു. ആ വീടിന്റെ വരാന്തയിൽ പന്തുലുവിനെതിരായി കുട്ടികളിരിക്കുകയായിരുന്നു. ഇങ്ങനെ പറയുന്നതിനിടെ, നമസ്കാരം ഗുരുജി. ഓ നമസ്കാരം നമസ്കാരം. നമസ്കാരം പറഞ്ഞ് സോപ്പിട്ട് രക്ഷപ്പെടാനാണോ നിങ്ങൾ നോക്കുന്നത്? അതെന്താണ് മാസ്റ്ററെ, നമസ്കാരം പറയണത് നമ്മുടെ ഭാരതീയ സംസ്കാരാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? സംസ്കാരത്തെ പോലും സ്വാർത്ഥതയ്ക്കായി ഉപയോഗിക്കുന്ന വിരുദ്ധന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശരി, ഇന്ന് നിങ്ങളിൽ ആരാണ് മിന്നലെന്നും ആരാണ് കരുത്തനെന്നും ഞാൻ തീരുമാനിക്കും. ഇതിൽ തീരുമാനിക്കാൻ എന്തിരിക്കുന്നു ഗുരുജി? ഇവന്റെ വീട്ടുപേര് പിടുകു എന്നാണ്, അതുകൊണ്ട് ഇവനാണ് പിടുകു. വായടയ്ക്കൂ, ഒന്നിനും കൊള്ളാത്തവനെ. ഒരാളുടെ കുടുംബ പേര് ശ്രീമാൻ എന്നാണത്രേ. കുടുംബപ്പേരുകൊണ്ട് ആരും ഇന്ദ്രന്മാരോ ദേവേന്ദ്രന്മാരോ ആവില്ല, ഭിക്ഷാടകരുമാവില്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയെയും നിങ്ങൾ നേടുന്ന വിദ്യാഭ്യാസത്തെയും ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സ്ഥാനം. ശരി, ഇന്നത്തെ പാഠത്തിൽ മറ്റുള്ളവരുടെ പണം. മറ്റുള്ളവരുടെ പണം? പന്തുലുവിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഒഴിഞ്ഞ കപ്പെടുത്ത് മാറ്റാൻ തുടങ്ങി. വളരെ മാധുര്യം. സത്യമാണ് ഗുരുവേ, മറ്റുള്ളവരുടെ പണം വളരെ മധുരമുള്ളതാണ്. എടാ, ഞാനങ്ങനെ എപ്പോഴാ പറഞ്ഞത്? ഇപ്പൊ തന്നെയല്ലേ പറഞ്ഞത് മറ്റുള്ളവരുടെ പണം മധുരമാണെന്ന്. അത് വേറെ, ഇത് വേറെ. സമയവും സന്ദർഭവും എന്ന് പറയുന്ന ഒന്നുണ്ട് കുട്ടാ. മക്കളെ പറയൂ, മറ്റുള്ളവരുടെ പണം തീ പോലെയാണ്, അത് തൊടാൻ പാടില്ല. തൊട്ടാൽ എന്ത് സംഭവിക്കും? കാട്ടുന്നു. എനിക്ക് പൊള്ളിയില്ല. എന്ത്? ഓ, ഒന്നുമില്ല. പറയടാ നിലക്കരേ. കുടിവെള്ളത്തിനായി നിങ്ങളുടെ വീട്ടുമുറ്റത്തെ കിണറ്റിനടുത്ത് പോയി ഒരു പേരയ്ക്ക പറിച്ചു, കീശയിലിട്ട് വീട്ടിൽ പോയി കഴിച്ചു. എന്റെ കൈ പൊള്ളാത്തതെന്താ? പോരിയസുകാരന്റെ കല്യാണ പന്തലിൽ തന്നെ താലി മോഷ്ടിക്കുന്നത് പോലെ ഗുരുവന്റെ വീട്ടിൽ തന്നെയാണോ നിന്റെ കൈവേല കാണിക്കുന്നത്? വായൂറുന്നുണ്ട് സാ. എങ്കിലും ചോദിച്ചു വാങ്ങണം, പക്ഷേ അങ്ങനെ ചെയ്യരുത്. കള്ളനാകുന്നവൻ ജയിലിൽ പോവുകയും ജീവിതം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഒരു നല്ല വ്യക്തി ഒരു അജയനെ പോലെ ഉന്നത സ്ഥാനത്തെത്തുന്നു. തെറ്റുപറ്റിപ്പോയി. മനസ്സിലാക്കിയല്ലോ, നല്ലത്. എന്താ? എന്ത് പറ്റി? കുട്ടിക്ക് ആവണക്കെന്നാ ഞാൻ പോയി കൊണ്ടുവരാം. എടാ, കൊസര് ചോദിക്കാൻ മറക്കരുത്. ഞാൻ ഒരിക്കലും മറക്കില്ല. പന്തുലു ആവണക്കെണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. അമ്മ കൊസര് തന്നില്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതിയോ? കൊസര് തരൂ. ഇനി എങ്ങോട്ട് പോവാനാണ്? ഇവിടെ ഒഴിക്കുക. എണ്ണ മുഴുവൻ ഒഴുകിപ്പോയി. ഞെട്ടി നോക്കി. ഷാഹുക്കാർ അല്പം കൂടുതൽ നൽകി. ഗുരുവേ, ഗുരുവേ, ഞാൻ അധികമായി ഒഴിച്ചു. ഇതാ അധികം, ഇതാ അസൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭീമൻ ഗ്ലാസ് തലകീഴായി വെച്ചു. അവശേഷിച്ച തുള്ളി നിലത്ത് വീണു. കുട്ടികളെല്ലാം പൊട്ടിച്ചിരിച്ചു. പന്തുലു തന്റെ തലയിൽ കൈവച്ചു. എടാ, നിന്നെ അയച്ചത് കണ്ടോ? എന്റെ ബുദ്ധി മോശമാണ്. പോയിരിക്കെ, ഞാൻ പരീക്ഷ നടത്തുകയാണ്. എഴുതി തൊലയ്ക്ക്. എല്ലാ കുട്ടികളും ചോദ്യപേപ്പർ മുന്നിൽ വെച്ച് എഴുതാൻ തുടങ്ങി. കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അധ്യാപകൻ ആ പേപ്പറുകൾ നോക്കാൻ തുടങ്ങി. ഒരു പേപ്പറിനെ സംശയത്തോടെ നോക്കി.
ഏയ് രാമു, 100-ൽ 82 മാർക്ക് കിട്ടി. ബാക്കി 18 എന്തുകൊണ്ട് വന്നില്ല? നിങ്ങൾ ഇടാത്തത് കൊണ്ട് വന്നില്ല. നിന്റെ വായടക്ക് വിഡ്ഢി. രാമു, നീ പറയൂ. 82 മാർക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് ഞാൻ പറയാം ഗുരുജി. അതുപോലെ പറയൂ. നിങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധയോടെ കേട്ടു, ഞാൻ ശ്രദ്ധയോടെ വായിച്ചു, ഞാനത് മനസ്സിലാക്കി, ഞാനത് എഴുതി. നന്നായി പറഞ്ഞു രാമു. കേട്ടോ എല്ലാവരും? ശ്രദ്ധയോടെ കേൾക്കണം, ബുദ്ധിയോടെ പഠിക്കണം, തലയിൽ കയറ്റണം. ഇനി കുറഞ്ഞ മാർക്കിനെ കുറിച്ച് പറയാതെ വയ്യെന്ന മകുൽമി. പടൈന്യമേ തെറ്റില്ലെന്ന് ഞാൻ പറയും. പറയൂ. നിങ്ങളുടെ ഭാര്യ വന്ന് കപ്പ് എടുത്തുകൊണ്ട് പോയപ്പോൾ നിങ്ങൾ വാക്ക് തെറ്റിച്ചതുപോലെ എന്റെ ലക്ഷ്യവും തെറ്റി. ഭീമനെ അടുക്കളയിലേക്ക് അയച്ചപ്പോൾ ഇതാ അധികം എന്ന് പറഞ്ഞ് എണ്ണ ഒഴിച്ചപ്പോൾ ശ്രദ്ധ തടസ്സപ്പെട്ടു. അവയുടെ മൂല്യം 18 മാർക്ക് കുറഞ്ഞു. ഗുരുകുലനാഥ, നീ അത് നന്നായി പറഞ്ഞു, വളരെ നന്നായി പറഞ്ഞു. മാർക്കുകൾ എങ്ങനെ വന്നുവെന്ന് നീ പറഞ്ഞു. ഞങ്ങൾ ചെയ്ത തെറ്റു കാരണം മാർക്ക് കുറഞ്ഞതിനെക്കുറിച്ച് നീ പറഞ്ഞു. അതായത് മുതിർന്നവർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്നത് പോലും തെറ്റാണ്. നിങ്ങളത് തിരുത്തണമെന്ന് നീ വളരെ നന്നായി പറഞ്ഞു രാമു.